നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിബോനാച്ചി എന്ന് പറയുന്ന ടൂളിനെ കുറിച്ചിട്ടാണ്. ഈ ഫിബോനാച്ചി എന്ന ടൂള് പല പേരിൽ, അതായത് പല രീതിയിൽ പ്രൊനൗൺസ് ചെയ്ത് സാധാരണ കാണാറുണ്ട്. ഫിബ് എന്ന് പറയും, ഫിബോനാച്ചി എന്ന് പറയും, ഫിബനാച്ചി എന്ന് പറയും. അങ്ങനെ പല രീതിയിൽ ഇതിനെ പ്രൊനൗൺസ് ചെയ്ത് കേൾക്കാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിനെ പൊതുവായിട്ട് പറയുന്നത് ഫിബോനാച്ചി എന്നാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ ഫിബ് എന്നും പറയാറുണ്ട്. പക്ഷേ സംഭവങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ഇത് ഒരു അരിതമെറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ജസ്റ്റ് ഒരു ടൂള് മാത്രമാണ്. അതായത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൺഫ്യൂസ്ഡ് ആകും. ഞാനിപ്പോൾ ജസ്റ്റ് സംസാരിക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടിയാണ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും പ്രത്യേകം അറിയാം. അപ്പം നമ്മൾ ബിഗിനേഴ്സ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ നേരത്ത് കൺഫ്യൂസ്ഡ് ആകരുത്. കൺഫ്യൂസ്ഡ് ആകുന്നതിന് പകരം നമ്മളിത് എങ്ങനെ ഉപയോഗിക്കാം, ഏത് രീതിയിൽ ഉപയോഗിക്കാം, നമ്മളിതിനെ ഈ ഒരു ടൂളിനെ നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വിൻ റേറ്റ് കൂട്ടാം, എങ്ങനെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാം, അതുപോലെ തന്നെ എങ്ങനെ പൈസ ഉണ്ടാകാം, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ട്രേഡേഴ്സാണ്, നമ്മൾ ഈ രീതിയിൽ മാത്രമാണ് ചിന്തിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പം ഈ ഫിബോനാച്ചി എന്ന് പറയുന്ന ടൂൾ എന്ന് പറയുന്നത് ഒരു അരിതമെറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ജസ്റ്റ് ഒരു ടൂൾ മാത്രമാണ്. എല്ലാ ടൂളുകളെയും പോലെ 100% ആക്യുറസി കിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടാൻ തക്ക ശേഷിയുള്ള, അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് തരാൻ ശേഷിയുള്ള, അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ട് ഏരിയ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് കാണിച്ച് തരുന്ന ഒരു ടൂളാണ് ഫിബോനാച്ചി എന്ന് പറയുന്നത്. ഈ ഒറ്റ ഒരു ടൂളിൽ കൂടി തന്നെ നമുക്ക് സപ്പോർട്ടും കണ്ടെത്താം, അതുപോലെ തന്നെ റെസിസ്റ്റൻസും കണ്ടെത്താം. അതായത് ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അതായത് ഫിബോനാച്ചി എക്സ്റ്റൻഷനായിട്ട് ഉപയോഗിക്കാം, ഫിബോനാച്ചി റീട്രേസ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് രണ്ടും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന രീതിയിൽ തന്നെയാണ്. അതായത് ഫിബോനാച്ചി റീട്രേസ്മെൻ്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് കണ്ടെത്താനും, ഫിബോനാച്ചി എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് വരുന്ന റെസിസ്റ്റൻസ് കണ്ടെത്താനും. ഒന്നുകൂടെ പറയാം, ഫിബോനാച്ചി റീട്രേസ്മെൻ്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് കണ്ടെത്താനും, ഫിബോനാച്ചി എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് കണ്ടെത്താനും. ഇത് രണ്ടും ഒറ്റ ടൂളിൽ കൂടി തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സെറ്റിങ്സിൽ ചെറിയ വിധത്തിലൊരു മാറ്റം നമ്മൾ വരുത്തിയാൽ മാത്രം മതി. ആദ്യം നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ റൈറ്റ് ഹാൻഡ് സൈഡിൽ, ഇതെൻ്റെ ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമാണ്, ഫ്രീ പ്ലാറ്റ്ഫോമാണ്, പ്രീമിയം അല്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൂന്നാമത്തെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഫിബോനാച്ചി എന്ന് പറയുന്ന സാധനം കിടപ്പുണ്ട്. അത് നമ്മൾ നേരെ ഒന്നെങ്കിൽ ആഡ് ചെയ്യുക, അങ്ങനെ ഫേവറേറ്റ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്, ഞാൻ ഫേവറേറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് അടുത്ത പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മൾ വലിച്ചു വെക്കാൻ നേരത്ത് ഡിഫോൾട്ടായിട്ടുള്ള സെറ്റിങ്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടില്ല. അതിന് പകരമായിട്ട് വേറെ കുറച്ച് ഫിഗറുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ജസ്റ്റ് ഒരു പ്ലെയിൻ സ്ഥലത്ത് കൊണ്ടുപോയി ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കുക. ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. ജസ്റ്റ് നമ്മുടെ ടൂളിൽ പോയി ഫിബോനാച്ചി ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും വേറൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് സിമ്പിളായിട്ട് രണ്ട് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം അവത്തിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സെറ്റിങ്സിൻ്റെ ഒരു ബട്ടൺ വരും. ഈ ബട്ടണിൽ നിന്ന് സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ അതേ പോയിന്റുകൾ നിങ്ങളൊന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു ബുക്കിലോ പേപ്പറിലോ എഴുതി വെക്കുക. ഇതേപോലെ ഞാൻ ഈ ചെക്ക് ചെയ്തിരിക്കുന്ന ഓരോ ബോക്സും ഉണ്ടോ, ആ ഓരോ ബോക്സിലും ഉള്ള ഫിഗറുകൾ എന്തൊക്കെയാണെന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ബോക്സിലും ആക്കി ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. ഈ ഇടയ്ക്കത്തെ ബോക്സിനകത്തൊക്കെ ഞാൻ നേരത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്തതാണ്. ഇത് ഞാൻ അൺചെക്ക് ചെയ്തിരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ചെക്ക് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം 1 by 1 ആയിട്ട് എല്ലാ ബോക്സിലും നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം എല്ലാ ബോക്സിലും ചെക്ക് ചെയ്യുക. മീൻസ് ഈ ഒരു ഇത്രയും ചെക്ക് ചെയ്തിരിക്കുന്ന ബോക്സുകളായിരിക്കും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഓരോരോ വരകളും തന്നിരിക്കുന്നത്. ഓരോരോ വരകളും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, എങ്കിൽ പോലും നിങ്ങൾക്ക് റാൻഡമായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. സോ ഇത് നമ്മൾ നേരെ സെറ്റിങ്സ് ഈ രീതിയിൽ ചെക്ക് ചെയ്ത് വെക്കുക. എല്ലാത്തിനും ചെക്ക് മാർക്ക് കൊടുക്കുക. ഇത് കണ്ട് നിങ്ങൾക്ക് താഴെ കാണുമ്പോൾ മനസ്സിലാകും ഞാൻ ഓരോന്നും ഇങ്ങനെ മാറ്റാൻ നേരത്ത് ഓരോരോ ലൈനുകൾ മാറുന്നത് കാണാം. അപ്പോൾ ഞാൻ എൻ്റെ സെറ്റിങ്സ് ഇട്ടിങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഈ സൈഡിലെ നിറങ്ങളൊക്കെ മാറ്റുക എന്നുള്ളത് നമുക്കിത് കംഫർട്ടബിൾ ആണെങ്കിൽ ഇതിടാം, വേറെ നിറം ഇടണമെങ്കിൽ നേരെ ഇടാം, നിറം ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നിറങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. വേറെ നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. ഇതൊക്കെ ഡിഫോൾട്ടായിട്ടുള്ള സെറ്റിങ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെങ്കിൽ ചെയ്യുന്നതിന് വേറെ തെറ്റുകളൊന്നുമില്ല. നേരെ ഓക്കെ കൊടുത്ത് നമ്മൾ ഈ സെറ്റിങ്സ് നമ്മൾ ആദ്യം ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം ഇത് ഞാൻ നേരെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ചാർട്ടിലേക്ക് വരുന്നു. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെറുതെ ഒരു ചാർട്ട് എടുത്തതാണ്. ഈ ചാർട്ട് ആപ്പിളിൻ്റേതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ ശ്രദ്ധിക്കാം, ആപ്പിളിൻ്റെ ചാർട്ടാണിത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ചാർട്ട് എടുത്തിരിക്കുന്നത്. ഫിബോനാച്ചി വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഫിബോനാച്ചി എന്താണെന്ന് മനസ്സിലാക്കി. ഒരു അരിതമെറ്റിക് ടൂളാണ് ഇത്. ഇതിൽ നിന്ന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഫിബോനാച്ചി എക്സ്റ്റൻഷനും ഫിബോനാച്ചി റീട്രേസ്മെൻറ്റും നമുക്ക് ഈ ഒരൊറ്റ ടൂളിൽ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് മനസ്സിലായി.
ഓക്കെ, ഇത് എങ്ങനെയാണ് ഇനി അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അതായത് ഈ ഒരു ടൂളിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഒരു പ്രൈസ് നിൽക്കുന്ന മേഖലയെ സംബന്ധിച്ചിടത്തോളം ആ പ്രൈസ് നിൽക്കുന്ന സ്ഥലത്തു നിന്നും ലാസ്റ്റ് ഉണ്ടായിരിക്കുന്ന സ്വിങ് ലോയും സ്വിങ് ഹൈയും നമുക്ക് രേഖപ്പെടുത്തുക. അതായത് പ്രൈസ് ഇപ്പം എനിക്ക് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ നിൽക്കുന്ന പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വിങ് ലോ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. സോ ഈ ഒരു ഏരിയ ഞാനൊരു സോണാക്കി വരച്ചു. അതുപോലെ തന്നെ സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഈ ഒരു മേഖലയാണ്. നിങ്ങൾക്കിത് എന്തുകൊണ്ടാണ് സ്വിങ് ലോ എന്നും സ്വിങ് ഹൈ എന്നും ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്വിങ് ലോയും സ്വിങ് ഹൈയും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ ഈ പ്രൈസ് ഇവിടെ നിൽക്കാൻ നേരത്ത് ഇതിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു സപ്പോർട്ട് ഏരിയ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നേരെ എൻ്റെ ഫിബോനാച്ചി ടൂളിലേക്ക് വന്നു. ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത് ഫിബോനാച്ചി റീട്രേസ്മെൻ്റ് ആണ്. അതായത് അടുത്ത സപ്പോർട്ട് എനിക്ക് എവിടെയാണ് കിട്ടുന്നതെന്നാണ് ഞാൻ കണ്ടെത്താൻ പോകുന്നത്. അതിന് സ്വിങ് ലോയിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നേരെ സ്വിങ് ഹൈയിലേക്ക് ഞാൻ കയറ്റി വെക്കുകയാണ്. അതായത് കയറ്റി വെക്കാൻ നേരത്ത് നമ്മൾ വിക്ക് ടു വിക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ഈ വിക്കിൻ്റെ ഏറ്റവും ചൂട് ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കി ഏറ്റവും ചൂട് ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൻ്റെ ലെവലെന്ന് പറയുന്നത് വിക്കിൻ്റെ ഏറ്റവും അറ്റമായിരിക്കും എടുക്കേണ്ടത്. അപ്പം വിക്ക് ടു വിക്കാണ് നമ്മൾ ഇത് എടുക്കുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനൊരു ഇത് കിട്ടി. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം നടത്തിയ സെറ്റിങ്സ് അനുസരിച്ച് കറക്റ്റ് നമ്മളുടെ ഈ ഒരു വരയിൽ, അതായത് 318 എന്ന് പറയുന്ന ഈ ഒരു വരയിൽ വന്ന് അടിച്ചതിന് ശേഷം ഇവിടുന്ന് നേരെ സപ്പോർട്ട് എടുത്ത് കയറി ഇവിടെ ചെറിയൊരു സപ്പോർട്ട് കാണിച്ചു, ഇവിടെ നമുക്കൊരു സപ്പോർട്ട് കാണിച്ചു. സോ ഈ ഒരു മേഖല എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ല ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് പ്രവർത്തിക്കുന്ന നല്ലൊരു ഏരിയ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാകാം, ബാക്കിയുള്ള എല്ലാ സൈഡുകളിലും ഞാൻ വേറെ കളർ കൊടുത്തു, പക്ഷേ ഇവിടെ മാത്രം ഞാൻ എന്തുകൊണ്ടാണ് മഞ്ഞ കൊടുത്തു എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകാം. അതായത് നമ്മളുടെ ഫിബൊനാച്ചി ടൂളിനകത്ത് ഒരു ഗോൾഡൻ സോൺ എന്ന് പറയുന്ന സോണുണ്ട്. ആ ഗോൾഡൻ സോൺ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും ഒരു ഗോൾഡൻ സോൺ എന്ന് പറയുന്നത്. അതായത് 0.5 0.618 എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഗോൾഡൻ സോൺ എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാം, ഈ 5618 എന്ന് പറയുന്നത് ഗോൾഡൻ സോണാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യാണ് ഗോൾഡൻ സോൺ ഇൻ ഫിബോനാച്ചി അടിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. 55618 എന്ന് പറയുന്നത് ഗോൾഡൻ സോൺ ആണ്. ഈ ഗോൾഡൻ സോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡൻ സോണിൽ വന്നു കഴിയുമ്പോഴത്തേക്കും പ്രൈസ് എല്ലാ പ്രാവശ്യവും റിവേഴ്സ് ആകും എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് അനുസരിച്ചാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ വന്ന് തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിയേ, പ്രൈസ് ഇവിടെ വന്ന് തിരിഞ്ഞു, ഇവിടെ വന്ന് തിരിഞ്ഞു. ഇതേ പ്രൈസാണ് നിങ്ങൾ ഇങ്ങോട്ട് മാറ്റി ഒന്ന് നോക്കിയേ, ഇതേ ലെവലിൽ തന്നെ പ്രൈസ് ഇവിടെ വന്ന് തിരിയുന്നത് കണ്ടോ. സോ ഈ ഒരു മേഖല അത്യാവശ്യം നല്ല ഒരു റിവേഴ്സൽ ഏരിയയാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോൾഡൻ സോൺ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങളെ ജസ്റ്റ് എക്സാമ്പിൾ ത്രൂ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള നമ്മുടെ അടുത്ത സെറ്റപ്പിലേക്ക് പോകാം. ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. സോ ഒരു കാര്യമാണ് ചെയ്തു തരാം. ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്ന അതേ വര തന്നെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു. എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എങ്ങനെയാണ് നമ്മൾ ഫിബോനാച്ചി പ്ലോട്ട് ചെയ്യുന്നുള്ളത്. നമ്മൾ റീട്രേസ്മെൻറ്റ് കാണാൻ വേണ്ടി നേരെ ഫിബോനാച്ചി ക്ലിക്ക് ചെയ്യുക. സ്വിങ് ലോയിൽ നിന്നും സ്വിങ് ഹൈയിലേക്ക് നമ്മൾ വലിച്ചു വെക്കാൻ നേരത്ത് കൃത്യമായിട്ട് സോണുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾ നോക്കിയാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മളുടെ സെറ്റിങ്സ് അനുസരിച്ചുള്ള ഓരോ വരകളിലും വരാൻ നേരത്ത് പ്രൈസ് കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ഈ ഒരു വരയിൽ ഇവിടെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഇവിടെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ ഈ സെറ്റിങ്സ് അനുസരിച്ചുള്ള എല്ലാ മേഖലയിലും പ്രൈസ് കൃത്യമായിട്ട് റിവിഷൻ തരുന്നതുകൊണ്ട് നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റിങ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് അടുത്ത ഒരു കാര്യത്തിലേക്ക് പോകാം. നമ്മളിപ്പം ഇവിടെ കാണിച്ചു, ഓൾറെഡി ഇവിടെ ഗോൾഡൻ സോൺ ആണെന്ന് കാണിച്ചു. ആ ഗോൾഡൻ സോണിനെ ഞാൻ നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിളൂടെ കാണിച്ചു തരാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഗോൾഡൻ സോണിൻ്റെ താഴത്തെ വര, അതായത് 618 എന്നുള്ള വര ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ 0.5 എന്നുള്ള മേഖല ഞാനൊന്ന് അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഫിബോനാച്ചി ഞാൻ നേരെ ഡിലീറ്റ് ചെയ്ത് കളയാൻ നേരത്ത് നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാകും. ഇത് കണ്ടോ, നമ്മൾ വരച്ചിരിക്കുന്ന വര എത്ര ഷാർപ്പായിട്ടാണ് ഇവിടെ റിവേഴ്സൽ എടുത്തിരിക്കുന്നത്. സോ ഈ മേഖലയെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മേഖലയായിട്ട് പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിക്സഡ് റേഞ്ച് വോളിയം എന്ന് പറയുന്ന വേറൊരു ടൂളിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ടൂൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ്. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ റിവേഴ്സ് വന്നപ്പോൾ ലാസ്റ്റ് ക്യാൻഡിൽ ഇതാണ്. ഞാൻ ഈ രണ്ട് ക്യാൻഡിലിനെ ബന്ധിപ്പിച്ച് ഫിക്സഡ് റേഞ്ച് വോളിയം ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ നോക്കി ഇതിൻ്റെ കൺട്രോൾ
പോയിന്റ് ഇട്ട് കണ്ടോ, ചുമല വര കാണിക്കുന്നത് കണ്ടോ. ഈ ചുവപ്പ് വര ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏറ്റവും അധികം റിവേഴ്സൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്നാണ് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളുടെ ഗോൾഡൻ സോൺ കറക്റ്റ് ഈ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അനുസരിച്ച് ഇവിടെ നല്ലൊരു മേഖലയാണിത്. അതുപോലെ തന്നെ ഫിക്സഡ് റേഞ്ച് വോളിയം അനുസരിച്ച് നല്ലൊരു മേഖലയാണ്. സോ എല്ലാം കൊണ്ടും ഈ ഒരു മേഖല എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു റിവേഴ്സൽ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റിവേഴ്സൽ ആകും, അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്ത് ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയതിന് ശേഷം വീണ്ടും ഇവിടെ വന്നിട്ട് ഈ ഒരു സോണിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് വീണ്ടും നേരെ മുകളിലേക്ക് കയറിപ്പോയി. അതുപോലെ തന്നെ പ്രൈസ് ഈ ഒരു മേഖലയിലേക്ക് വന്ന് ഇവിടെ റെസിസ്റ്റൻസ് വന്നു, അതിനുശേഷം ഇവിടെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൊമെൻറ്റം ക്യാൻഡിൽ വിത്ത് വോളിയം സഹിതം ഒരു മൊമെൻറ്റം ക്യാൻഡിൽ വന്ന് നേരെ അവിടെ നിന്ന് കയറിപ്പോയി. അതിനുശേഷം ഈ ഒരു റേഞ്ചിൽ വന്ന് നമ്മളുടെ ഗോൾഡൻ സോൺ തൊട്ട് മുകളിലൊരു സപ്പോർട്ട് എടുത്ത് നേരെ മുകളിൽ പോയി. സോ ഈ ഒരു ഏരിയ ഇത്രയും ഗോൾഡൻ സോണിൻ്റെ ആപ്ലിക്കബിലിറ്റി, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു എങ്ങനെയാണ് നമ്മൾ റീട്രേസ്മെൻറ്റ് കാണുന്നതെന്നുള്ള വെച്ചാൽ സപ്പോർട്ട് കാണുന്നെന്നുള്ള ഒരു ഏരിയയാണ് കാണിച്ചു തന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മളുടെ ഫിബോനാച്ചി വെച്ചിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് ഏരിയ കണ്ടെത്തിയതിന് ശേഷം ഇങ്ങനൊരു ഗോൾഡൻ സോണിൽ നമുക്ക് എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ ഗോൾഡൻ സോണിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് ബ്രേക്ക് ചെയ്ത്, അതിനുശേഷം ഞാൻ ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുക്കുകയായിരുന്നു എങ്കിൽ നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാകും. അതിനുശേഷം ഏകദേശം തൊട്ട് മുകളിലുള്ള 14% ഓൾറെഡി എനിക്കവിടെ ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ നമ്മളുടെ ഗോൾഡൻ സോണിൽ നിന്ന് എടുക്കുന്ന എൻട്രി അനുസരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ എൻട്രി കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഫിബോനാച്ചി റീട്രേസ്മെൻറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് വന്നിട്ട് നമുക്ക് അവിടുന്ന് സപ്പോർട്ട് എടുത്ത് നേരെ തിരിയുന്നതാണ്. അതാണ് ഫിബോനാച്ചി റീട്രേസ്മെൻറ്റ്. അതുപോലെ തന്നെ സെയിം സെറ്റിംഗ് വെച്ചിട്ട് നമ്മൾ ആദ്യം കാണിച്ച സെറ്റിങ്സ് ഉണ്ടല്ലോ, അതായത് നമ്മളുടെ ഫിബോനാച്ചിയിൽ ഈ സെറ്റിങ്സിനകത്ത് വേറെ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തുന്നില്ല. ഈ സെയിം ഇത് വെച്ചിട്ട്, അതായത് ഈ സെയിം ഫിബോനാച്ചി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇപ്പം നമ്മൾ സ്വിങ് ലോയിൽ നിന്നും സ്വിങ് ഹൈയിലേക്ക് വെച്ചപ്പോഴത്തേക്കാണ് നമുക്ക് സപ്പോർട്ട് എവിടെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയത്. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് മുകളിലോട്ട് വലിച്ചു വെച്ചപ്പോഴത്തേക്കാണ്, സ്വിങ് ഹൈയിലേക്ക് വെച്ചപ്പോഴത്തേക്കാണ് നമുക്ക് സപ്പോർട്ട് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടും. അതായത് പർട്ടിക്കുലർ മേഖലയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന ഒരു പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം എവിടെ ആയിരിക്കും അടുത്ത ഒരു റെസിസ്റ്റൻസ് എന്ന് കാണുന്നതിനുള്ള ഒരു ടൂളാണ് ഫിബോനാച്ചി എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു മേഖലയിൽ സ്വിങ് ഹൈയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്ന ഒരു പ്രൈസ്, ഈ പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നെക്സ്റ്റ് സ്വിങ് ലോ എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ്. അപ്പം ഈ ഒരു സൈഡാണ് സ്വിങ് ലോ, ഈ ഒരു സൈഡാണ് സ്വിങ് ഹൈ. നമ്മൾ എക്സ്റ്റൻഷൻ ആണ് നോക്കുന്നത്. സെയിം ഫിബോനാച്ചി നമ്മൾ റിട്രേസ്മെൻറ്റ് കണ്ടത് സ്വിങ് ലോയിൽ നിന്നും സ്വിങ് ഹൈയിലേക്ക് വെച്ചപ്പോഴാണ് സപ്പോർട്ട് കിട്ടിയത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്റ്റൻഷൻ കാണാൻ വേണ്ടിയിട്ട്, അതായത് അടുത്ത റെസിസ്റ്റൻസ് എവിടെയാണെന്ന് കാണാൻ പോകുന്നത് നമ്മൾ സ്വിങ് ഹൈയിൽ വെച്ചതിന് ശേഷം സ്വിങ് ലോയിലേക്കാണ് വലിച്ചു വെച്ചത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു മേഖല വെച്ച് നോക്കാൻ നേരം ഇവിടെ നിൽക്കുന്ന പ്രൈസിനെ സംബന്ധിച്ച് അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 618 എന്ന് പറയുന്ന ഈ ഒരു മേഖലയാണ് അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസിൽ നിന്നും ഒരു കുറച്ച് പോയിന്റുകൾ താഴോട്ട് ഇറക്കിയാണ് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പക്ക ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്ന് നിർബന്ധമില്ല. സോ നമ്മൾ ജസ്റ്റ് ഒരു ബഫർ പോയിന്റ് ആയിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഈ പ്രൈസ് ഇവിടെ നിൽക്കുന്ന പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിലാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രൈസ് ഇവിടെ വന്ന് നേരെ തിരിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് കൃത്യമായിട്ട് നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇത് നോക്കിയേ, അടുത്ത ഈ സോൺ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ വരച്ച അതേ സെറ്റിങ്സ് അനുസരിച്ചാണ് പ്രൈസ് വന്നിരിക്കുന്നത്. കണ്ടോ, ഈ സോണിൽ കയറി ഇവിടെ വന്ന് ഒരു റിവേഴ്സൽ വന്നിട്ട് നേരെ പ്രൈസ് താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ലൈൻ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഫിബോനാച്ചി എക്സ്റ്റൻഷൻ വെച്ച് കാണിച്ചിരിക്കുന്ന ഈ ഒരു ലൈൻ എത്രമാത്രം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേറൊരു സംശയം ഉണ്ടാകാം. പ്രൈസ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ അടുത്ത എക്സ്റ്റൻഷൻ ഇങ്ങോട്ട് വെച്ചപ്പോഴാണ് എനിക്കിവിടെ കിട്ടിയത്. അതിന് തൊട്ട് മുന്നായിട്ട് തന്നെ പ്രൈസ് ഇങ്ങോട്ട് താഴെ വന്നിട്ട് എൻ്റെ SL അടിച്ചില്ലേ എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും. അവിടെയാണ് നമ്മളുടെ പ്രാക്ടിക്കലായിട്ട് ട്രേഡിനെ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കറിയാം ഇവിടെ ഒരു വലിയൊരു ഹൈ തന്നതിന് ശേഷം ഇവിടെ ഈ ഒരു ക്യാൻഡിലിനെ കവർ ചെയ്ത് മുകളിലേക്ക് ഒരു ക്യാൻഡിൽ പോയിട്ടില്ല.
പക്ഷേ എന്നാൽ ഈ ഒരു ക്യാൻഡിൽ മുകളിൽ വന്ന് ഒരു വിക്ക് തന്നതിന് ശേഷം നേരെ താഴേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. സോ ഇവിടെ തന്നെ അത്യാവശ്യം ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ട്രേഡിൻ്റെ സിമ്പിൾ ലോജിക്കും മനസ്സിലാകും, ട്രേഡിങ്ങിൻ്റെ ആ ഒരു താളം മനസ്സിലായിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഹൈയെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് എൻഗൾഫ് ചെയ്തൊരു ക്യാൻഡിൽ വരാത്തിടത്തോളം കാലം അവിടെ നമുക്കൊരു ഒരു മുകളിലേക്കുള്ളൊരു ട്രെൻഡിന് അല്ലെങ്കിൽ മുകളിലേക്കുള്ളൊരു ട്രേഡിന് സ്കോപ്പ് ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത് നമ്മൾ മദർ ക്യാൻഡിലായിട്ട് എടുക്കുകയാണെങ്കിൽ അടുത്ത് നിങ്ങൾ നോക്കിയാൽ വന്നിരിക്കുന്ന ക്യാൻഡിലുകളെല്ലാം ക്ലോസിങ് അതിന് തൊട്ട് താഴേക്ക് വന്നിട്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് താഴേക്ക് വരാത്തിടത്തോളം കാലം നമുക്ക് ഈ ഒരു ട്രേഡിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ അതേസമയം ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു മദർ ക്യാൻഡിലെ ബ്രേക്ക് ചെയ്ത് വലിയൊരു ക്യാൻഡിൽ ഒരു എൻഗൾഫ് ചെയ്ത് വേറൊരു ക്യാൻഡിൽ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഒരു എന്താണ് ഷോർട്ട് ചെയ്യാവുന്ന രീതിയിലേക്കാണ് ക്യാൻഡിൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ നിന്നൊരു ഒരു സെല്ലിംഗ് ഓർഡറായിട്ട് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് എൻട്രി ആയിട്ട് നമുക്കിവിടെ പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ഇതിനെ അതായത് മദർ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ മുകളിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരു റിവേഴ്സൽ സിഗ്നൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ ഇവിടുത്തെ വോളിയം നോക്കി, ഈ വോളിയം ഒരു ഡേഞ്ചർ ലുക്കിലുള്ള വോളിയമാണ്, അതായത് സെല്ലിംഗ് വോളിയമാണ് കൂടി നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മുകളിലേക്കുള്ള ട്രേഡിങ് നമുക്ക് എടുക്കാൻ ഒരു കാരണവശാലും അവിടെ പാടില്ല. സോ ഇത്രയും ഞാൻ പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഞാൻ ഉദ്ദേശം എന്നുള്ളത്. സോ നമുക്ക് അങ്ങനെ ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കാൻ നേരത്ത് ഇങ്ങനെ റിവേഴ്സലിൻ്റെ സിഗ്നൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ഒരു മുകളിലേക്കുള്ളൊരു ട്രേഡിങ്ങിൽ നമ്മൾ പ്ലാൻ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തന്നത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഫിബോനാച്ചി എക്സ്റ്റൻഷൻ എന്താണ്, ഫിബോനാച്ചി റീട്രേസ്മെൻറ്റ് എന്താണ് എന്നാണ് ഞാൻ എക്സാമ്പിളിലൂടെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് ശ്രമിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ സെറ്റിങ്സ് കൃത്യമായിട്ട് അതേ സെറ്റിങ്സ് തന്നെ ഇടുക. അതുപോലെ തന്നെ ഫിബോനാച്ചി റീട്രേസ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് സ്വിങ് ലോയിൽ നിന്നും സ്വിങ് ഹൈയിലേക്ക് പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സ്വിങ് ലോയിൽ നിന്നും സ്വിങ് ഹൈയിൽ നിന്നും സ്വിങ് ലോയിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ എക്സ്റ്റൻഷൻ കിട്ടും. ഇതാണ് ഇതിൻ്റെ ബേസിക് റൂൾ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ബുക്കിലോ നോട്ട് ബുക്കിലോ എവിടെയെങ്കിലും എഴുതി വെക്കുക. കാരണം ഇത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഈ ഫിബോനാച്ചി എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്, റിട്രേസ്മെൻറ്റ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് എക്സ്റ്റൻഷൻ പ്ലോട്ട് ചെയ്യുന്നുള്ളത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. സോ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മറന്നു പോകും. എനിക്കും പണി കിട്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇത് തന്നെ പറയുന്നത്, കൃത്യമായിട്ട് നമ്മൾ എഴുതി വെക്കുക. ഓക്കെ ദെൻ താങ്ക് യു സോ മച്ച്, ബൈ ബൈ.